പറഞ്ഞ ശരിയാന്ന് എനിക്ക് തോന്നുന്നു. അത്ര വിലയൊന്നുമില്ല, അവർ പറ്റിക്കുന്ന അത്ര വിലയൊന്നുമില്ല. കാണിച്ചുതരാം. എങ്ങോട്ടേ കാണാനൊക്കെ ചാടിയെ നീ വാ, അങ്ങോട്ട് വാ. നിന്റെ ആവശ്യം നടക്കേണ്ട സ്ഥലം ഇവിടെ. ഒരു വെയിലത്ത് അത്രയും ദൂരം നടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാര്യം നടക്കണം. നിനക്ക് 1 ലക്ഷം രൂപ വില കുറവിൽ പുതിയ വണ്ടി കിട്ടിയാൽ ഹാപ്പി ആവോ? 1 ലക്ഷം രൂപ? പുതിയ വണ്ടി, പഴയ വണ്ടിയുടെ കാര്യം എല്ലാം പറയുന്നത്. മാറിക്കൂടെ, ഈ വണ്ടി പോലെ. അയ്യോ, ഒരു വണ്ടി എന്ന് വെച്ചാൽ അത് ഏതൊരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് വണ്ടി എടുക്കുക. അപ്പൊ അത് നോക്കി കണ്ടെടുക്കണം. 1 ലക്ഷം രൂപ കുറവിലൊക്കെ അത് ഞാൻ നോക്കി 1 ലക്ഷം രൂപ കുറവെന്നൊക്കെ പറയുമ്പോഴത്തേക്കാ അതൊന്ന് നോക്കിയിട്ട് ഈ വണ്ടിയുടെ നട്ടും ബോൾട്ടും വരെ നോക്കിയിട്ട് ഉണ്ടല്ലോ. ഇനിയൊരു SUV ടൈപ്പ് നമ്മുടെ ഫ്രണ്ടാണ്. നിസാം. ഓക്കെ, ഞാൻ നിങ്ങളെ ഷോറൂമിൽ വന്ന് നോക്കിയിട്ടാണ് അവിടെ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു 1 ലക്ഷം രൂപ വരെ കുറവുള്ള വണ്ടികൾ ഇവിടെ, പുത്തൻ വണ്ടികൾ, അതായത് സെക്കൻഡ്സ് അല്ല, പുത്തൻ വണ്ടികൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഒന്ന് അറിയണോ, നീ ക്രെറ്റ മാത്രമാകണ്ട, എല്ലാം ഒന്ന് നോക്കിയോ. ഇതേപോലെ നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കണ്ടെങ്കിലോ. ക്രെറ്റയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പൊ എന്തായാലും എല്ലാ വണ്ടിയും ഒന്ന് നോക്കിയോ. അപ്പൊ നിസാ ബ്രോ, നമ്മൾ വന്നത് ക്രെറ്റയുടെ എൻക്വയറി എടുക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ക്രെറ്റയ്ക്ക് 1 ലക്ഷം രൂപ വരെ വിലക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് അറിയണമല്ലോ ഓൺ റോഡ് ഈ വണ്ടിക്ക് എന്നാ വിലയുണ്ട്. നമുക്കിപ്പോ പറയും ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 23,15 ഓൺ റോഡ് വരുന്നത്. 23,15,000 രൂപയാണ്. അതായത് ഞാൻ ഡീസലാണ് നോക്കുന്നത്, ഞാൻ പെട്രോൾ നോക്കുന്നത്, ഡീസൽ. ഓക്കെ, നമുക്കപ്പം കസ്റ്റമർ റേറ്റ്, അതായത് ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസ് എത്രയാണ് വണ്ടിക്ക്? ഈ വണ്ടി ഇപ്പൊ നമുക്ക് 22,30 കൊടുക്കാം. അതായത് ഏകദേശം ഒരു 85,000 രൂപയോളം കുറവാണ്. ഓഫറാണ് ഈ ഒരു വണ്ടിക്ക് ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ 3 വണ്ടിയുണ്ട്, 3 വണ്ടിക്ക് സെയിം ഓഫർ. 3 വണ്ടിക്ക് സെയിം ഓഫർ, ബട്ട് അത് പർട്ടിക്കുലർ വേരിയൻസ് ആണ്. അത് ടോപ്പ് ആൻഡ് മാനുവൽ ആണ്. ടോപ്പ് ആൻഡ് മാനുവൽ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക്, അത് പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിന് 3-ന് 85,000 നമുക്ക് ഓഫർ. അതെ. ഇപ്പൊ മാനുവൽ ആ നോക്കുവാണെങ്കിൽ 1 lakh ഡിഫറൻസ് ഉണ്ട്. മാനുവൽ ഇതിന് നമുക്ക് 1 ലക്ഷം ഡിഫറൻസ് ലാഭിക്കുന്നത്. 1 ലക്ഷം രൂപയൊക്കെ വ്യത്യാസം. അതായത് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഏകദേശം 1 ലക്ഷം രൂപ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. പുത്തൻ വണ്ടിയാണ് 1 ലക്ഷം രൂപ കുറവ്. അതെന്താണ് ഈ 1 ലക്ഷം രൂപ കുറയാനുള്ള കാരണം എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അത് വേറെ ഒന്നുമല്ല, ലൈക്ക് നമുക്കിപ്പോ അറിയാലോ, ഇപ്പൊ 23 വെഹിക്കിൾ ആണ്, ഇതിപ്പോ 24 ആയി. നമുക്ക് 23 ജസ്റ്റ് 2-3 മാസത്തിന്റെ ഡിഫറൻസിലാണ് നമ്മൾ ആ ഒരു ഓഫർ കൊടുക്കുന്നത്. അതായത് 2023 അവസാനം, ആ ഒരു 2023 അവസാനം എന്ന് പറഞ്ഞാൽ 2023 ഇറങ്ങിയ വണ്ടി ഏകദേശം എനിക്കൊന്നൊരു 100 ദിവസം മാക്സിമം, അല്ലെ? മാക്സിമം 100 ദിവസം മാത്രം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ വണ്ടി എന്ന് ആരും വിചാരിക്കണ്ട. പുത്തൻ വണ്ടി, എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തു, നീറ്റ് ആൻഡ് ക്ലീൻ, പക്കാ. നിങ്ങളൊരു പുതിയ വണ്ടി ഇറക്കുവാണോ എങ്ങനെയാണോ ആ ഒരു വിലയിൽ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. അത് 1 ലക്ഷം രൂപ ഒരു ഓഫിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രെറ്റ. നമുക്ക് വേറെ ഏതൊക്കെ വണ്ടിയാണ് ഇവിടെ? അൽക്കസാർ. മോനെ, വിഷയം വണ്ടി എന്ന് പറഞ്ഞാൽ വിഷയം വണ്ടിയാണ്. ഒരുപാട് ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതെ. മാർക്കറ്റിൽ ഇപ്പൊ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിൾ ഇല്ല അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഈ ഒരു അൽക്കസാറിന് നമുക്ക് എത്ര വരുന്നുണ്ട് ഓഫർ? നമുക്ക് അൽക്കസാർ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ് ഡീസലിന്റെ. ഇതിപ്പോ നമുക്ക് 1 ലക്ഷം രൂപ ഓഫർ നമുക്ക് ഈ വെഹിക്കിൾ കൊടുക്കാം. 1 ലക്ഷം രൂപ, അതായത് ഇപ്പം 26 ലക്ഷം രൂപയുടെ വണ്ടി 25 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് നമുക്ക് ഇറക്കാം. ഓൺ റോഡ് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഓഫ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടികളുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു വണ്ടി വന്ന് ഷോറൂമിൽ നിന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആദ്യം വന്നൊരു വണ്ടി ഓടിക്കും, ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഷോറൂമുകാർ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി അങ്ങോട്ട് കയ്യിലോട്ട് തരും. പക്ഷേ ഇതിന്റെ പ്രത്യേകത, അതായത് നിങ്ങൾ ഈ കിടക്കുന്ന വണ്ടികളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയാൻ, നിങ്ങൾ വാങ്ങിക്കാൻ പോണ, നിങ്ങളുടെ കൂടെ നിങ്ങൾ ഓടിച്ച് കടക്കാൻ പോകുന്ന വണ്ടി നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പൈസയും കൊടുത്ത് എടുത്തോണ്ട് വീട്ടിലോട്ട് പോവാം. അല്ലെ? അതാണ്. അതായത് നമ്മുടെ വണ്ടി നമുക്ക് കണ്ട് ഇതിലെ ഈച്ച് ആൻഡ് എവറി സ്ക്രൂ വരെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെക്കാനിക്കോട്ട് വരാം, വന്നിട്ട് ഇതിനകത്തുള്ള ഫുൾ കാര്യങ്ങളും ചെക്ക് ചെയ്ത് പക്കയാണെന്ന് ഉറപ്പ്. കാരണം ഇപ്പൊ വണ്ടി ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അതൊരു പ്രൊഫഷൻ ആക്കി എടുത്തുകൊണ്ട് തന്നെ വണ്ടികളുടെ ഇപ്പൊ സെക്കൻഡ്സ് വണ്ടികളുടെ എല്ലാം വന്ന് ചെക്ക് ചെയ്ത് അതിൽ ഇൻ കേസ് ഒരു പുട്ടിയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്കായിട്ട് വന്ന് നിങ്ങൾക്ക് നോക്കി ഈ വണ്ടി നിങ്ങൾ 100% ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ഒരു വണ്ടി സ്വന്തമാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അടുത്ത കാണിക്കാൻ പോകുന്നത് വെർണയാണ് കേട്ടോ. ഈ കിടക്കുന്ന 3 മുതലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഏതൊക്കെ വേരിയൻസ് ബ്രോ അവൈലബിൾ? നമുക്ക് ഇത് വരുന്നത് നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിനാണ് വരുന്നത്, 1.5 ടോപ്പ് ആൻഡ് മാനുവൽ. മാനുവൽ ചോദിക്കുന്നവർക്ക് മാനുവൽ അവൈലബിൾ ആണ്. കാരണം ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആൾക്കാർക്ക്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാനുവൽ. പിന്നെ ഇത് വരുന്നത്, ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ടർബോ എഞ്ചിനാണ്, 1.5 ടർബോ DCT. ഇതിന്റെ വിലയാണ് കേട്ടോ 21-24,000 രൂപയുള്ള വണ്ടി വെറും 20 ലക്ഷം രൂപ. അതൊരു വെറും 20 ലക്ഷം എന്ന് പറയുന്നത് കമന്റ് വരും, വെറും 20 ലക്ഷം എന്ന് പറഞ്ഞു തരും. പക്ഷെ
1,24,000 രൂപയോളം ഈ വണ്ടിക്ക് ഓഫർ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഈ വെഹിക്കിൾ പ്രത്യേകത വെച്ചാൽ ഈ വെഹിക്കിൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ വെഹിക്കിൾ ആണ്. ഈ വെഹിക്കിളിന് കോമ്പറ്റീഷൻ ചെയ്യാൻ വേറെ വെഹിക്കിൾ ഇല്ല. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയ എഞ്ചിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1.5 ടർബോ എഞ്ചിൻ. 1.5 ടർബോ എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതും 1,24,000 രൂപ ഓഫറിൽ അല്ലെ? 1,24,000 രൂപ വില കുറച്ചുകൊണ്ട് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ സാധിക്കുന്നതാണ്. എല്ലാ വണ്ടിക്കും സെയിം ഓഫർ ആണോ? സെയിം ഓഫർ. ഇതിന് ഈ വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 15,68,000 രൂപയാണ്. ഈ വണ്ടി കിട്ടുന്നത് 14,70,000 രൂപ. അതായത് ഏകദേശം ഒരു 1 ലക്ഷം രൂപ എടുത്ത് 98,000 രൂപ ഏകദേശം ഒരു 1 ലക്ഷം രൂപ എടുത്ത് ഓഫർ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇത് നമ്മുടെ ഏതാ വേരിയന്റ് വരുന്നത്? ഇത് SX ഓപ്ഷൻ മാനുവൽ, ടോപ്പ് ആൻഡ് മാനുവൽ ആണ് വരുന്നത്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ വെർണയുടെ തന്നെ സെയിം ടർബോ എഞ്ചിൻ, സ്റ്റാറി നൈറ്റ് കളർ വ്യത്യാസമുള്ളൂ. ഇത് സ്റ്റാറി നൈറ്റ് ആണ്. ഇതിന് ഏകദേശം 1,24,000 രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത്. 1,24,000 രൂപ നോട്ട് ചെയ്യുക. കാരണം ഒരു മാസം അല്ല 2 മാസം മുന്നേ ഈ വണ്ടി റെഡി എടുത്തിരിക്കുന്നത് 21,24,000 രൂപയ്ക്കാണ്. അതേസമയം ഇപ്പോൾ ഈ ഒരു മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ 1,24,000 രൂപയാണ്. അപ്പോൾ ആ വണ്ടി എടുത്ത ആൾക്കാരുടെ അവസ്ഥയല്ല ചോദിക്കുക, അവരെന്തും ചിന്തിക്കുമായിരിക്കും അല്ലേ? അവർക്ക് 1 ലക്ഷം രൂപ ഓഫർ, കുറച്ചുകൂടെ താമസം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഓഫറിൽ എടുക്കായിരുന്നു. എവിടെ നിന്ന് എടുക്കായിരുന്നു? നമുക്ക് എടുക്കായിരുന്നു. സാരമില്ല. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ഏത് വണ്ടി കാണിക്കാം? അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് I20, നമ്മുടെ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വെഹിക്കിൾ ആണ് I20. ഓക്കെ, ഇത് വേരിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിന് തൊട്ട് താഴത്തെ വേരിയന്റ് ആണ് സ്പോർട്സ്, അതും മാനുവൽ. ഇത് ഓൺ റോഡ് 9,90,870 രൂപയാണ്. ഇപ്പം ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് 9,20,000 രൂപ. ഇതും നമ്മുടെ സെയിം തന്നെ കളർ ചേഞ്ച്. വൈറ്റ് എടുക്കാം, സ്റ്റാറി നൈറ്റ് വേണ്ടവർക്ക് സ്റ്റാറി നൈറ്റ് ആണ്. സെഗ്മെന്റിൽ ഒരു വൺ ഓഫ് ദി കിങ് എന്ന് തന്നെ പറയാം വെന്യൂ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് 15,17,000 രൂപയ്ക്കാണ് ഇവര് ഒരു 2 ദിവസം മുന്നേ അല്ല അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് 14,20,000 രൂപ. ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുത്തൊക്കെ 90,000 രൂപയൊക്കെ അടുത്തൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് എടുത്തോളാം. ഏകദേശം അത്രയും റേറ്റ് ഒക്കെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഇത് പ്രത്യേകത മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടി നോർമൽ എഡിഷൻ അല്ല, സ്പെഷ്യൽ എഡിഷൻ ആണ്. നൈറ്റ് എഡിഷൻ വെഹിക്കിൾ ആണ്. പ്രത്യേകത വെച്ചാൽ നമ്മൾ നോർമൽ എഡിഷനെ കാട്ടിയും ലൈക്ക് നമുക്ക് ക്രോം ഫിനിഷിംഗ് ഇഷ്ടമില്ലാത്ത കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഉറപ്പായിട്ട്, കാരണം ക്രോം ഫിനിഷ് എടുത്തിട്ട് അത് ഡീക്രോം ചെയ്യാൻ സ്റ്റിക്കറുടെ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോൾ ഒരു യൂത്തിന്റെ ഒരു പഞ്ചൊക്കെ ഇറക്കിയ ഒരു വെഹിക്കിൾ ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ടുള്ള ഈ വണ്ടികളിലൊക്കെ നോർമലി ഇതിനൊക്കെ ബോഡി കിറ്റ് ചെയ്താണ് വരുന്നത്. അല്ല, ഇപ്പൊ I20 തന്നെ ആയിക്കോട്ടെ, ബോഡി കിറ്റ്. കാരണം കമ്പനികളൊന്നും പ്രൊവൈഡ് ചെയ്ത ബോഡി കിറ്റ് ഓർഡർ ഉൾപ്പെടാം. നിങ്ങൾ വേറെ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്യണ്ട. എല്ലാം സീരീസ് ആയപ്പോൾ നമ്മൾ എക്സോസ്റ്റ് വരെ കൊടുക്കുന്ന വണ്ടിക്കകത്ത്. എക്സോസ്റ്റ് അടിപൊളി. എന്താണ് നമ്മുടെ യൂത്തന്മാരുടെ മനസ്സറിയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പക്കായിട്ട് ബോഡി കിറ്റ് ഉൾപ്പെടെ ചെയ്താണ് എല്ലാ വണ്ടികളും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നോർമൽ എഡിഷൻ. ഇത് നോർമൽ എഡിഷൻ ഗ്രിൽസ് ഒക്കെ ഉണ്ടോ, ഒരു ക്രോം ഡാർക്ക് ക്രോം ആണ് ഗ്രില്ലാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് ആക്കി ഡീക്രോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പൊ ഇതിന് വില എന്ന് പറയുന്നത് ഏകദേശം 13,34,000 രൂപയുടെ വണ്ടി 12,60,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഒരു കാൽക്കുലേറ്റ് എടുത്തോട്ടെ. ഈ വെയിലത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടാ. അപ്പം 12,60,000 രൂപയ്ക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ടർബോ മാനുവൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാം. ടർബോ മാനുവൽ കൊടുക്കാം. 14,92,000 രൂപയുടെ വണ്ടി 14 ലക്ഷം രൂപ, അതായത് 92,000 രൂപ ഈ ഒരു വണ്ടിക്ക് ഓഫർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ വണ്ടി കണ്ടു? അൽക്കസാർ കണ്ടു, ക്രെറ്റ കണ്ടു, വെർണ കണ്ടു, അതേപോലെ തന്നെ നമ്മുടെ I20 കണ്ടു, വെന്യൂ കണ്ടു. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഓഫറായിട്ട് മാർച്ച് മാസം നമുക്ക് മാജിക്കൽ മാർച്ച് എന്ന രീതിയിൽ നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായി അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ എറണാകുളത്ത് വൈറ്റിലയിൽ അടുത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായിൽ ഇതേപോലെ ഒരു ഓഫർ നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഷെഫി ബ്രോയ് ഉണ്ട്. പുള്ളിക്കാരനും ഈ ഒരു ഓഫർ അറിഞ്ഞുകൊണ്ട് പുള്ളിയും ഒരു വണ്ടി അപ്ഗ്രേഡേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് പുള്ളിയും ജസ്റ്റ് എൻക്വയറി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓർത്ത് എന്തായാലും ഇങ്ങനെ ഒരു ഓഫർ നടക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേക്കാന്ന്. കാരണം 1 ലക്ഷം രൂപ 1,24,000 രൂപയൊക്കെ ഓഫർ കിട്ടുക എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടത്തില്ല. കാരണം ഒരു കുറച്ച് നാൾ മുന്നേ വരെ ആയിക്കോട്ടെ 2023 ആ ഒരു വണ്ടിയിൽ ഇപ്പൊ അത് ഓൺ റോഡ് പ്രൈസ് 1 ലക്ഷം രൂപ കൂടുതൽ എമൗണ്ട് എടുത്ത ആൾക്കാരുണ്ട്. അവർക്ക് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് സങ്കടം തോന്നും. കാരണം ഇത്രയും ഡിസ്കൗണ്ടിൽ 1 ലക്ഷം രൂപയ്ക്ക് കുറവിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇയർ ബാക്ക് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പഴകിയ വണ്ടിയല്ല. അതായത് ജനുവരി 2023 ജനുവരിയിലൊന്നും മാനുഫാക്ചർ ചെയ്ത വണ്ടിയില്ല. ഏകദേശം ഒരു 100 ദിവസം താഴെയൊക്കെ വരും. അതെ. എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ വെഹിക്കിൾസും ഡിസംബർ മാനുഫാക്ചർ വെഹിക്കിൾ എല്ലാം ആണ്. എല്ലാവരും ഡിസംബർ മാനുഫാക്ചർ വെഹിക്കിളാണ്. ഒരു
മാക്സിമം പോയ 100 താഴെ 100 താഴെ 100 തയ്ച്ചാവില്ല കറക്റ്റ് പറഞ്ഞ ഇപ്പൊ ഇന്നത്തെ ദിവസം വരെ നോക്കിയാൽ മതി അത്ര ഏജിങ്. അപ്പം ഏജിങ് വളരെ കുറവായിട്ടുള്ള വാഹനമാണ്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സംഭവം വളരെ ഏജിങ് കുറവായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തില നഷ്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഏജിങ് ഈ നമ്മുടെ ഇയർ ബാക്ക് വണ്ടി നോക്കിയിരിക്കുന്ന ഫോളോവേഴ്സ് ഉണ്ട്, അതായത് ഇയർ ബാക്ക് വണ്ടി നോക്കിയിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ 100% ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ചങ്കിലേക്ക് ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 1 ലക്ഷം രൂപ അല്ലെ 1.25 ലക്ഷം രൂപയൊക്കെ കുറച്ചൊരു വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് സ്പോട്ട് ഫിനാൻസ് അവൈലബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ കസ്റ്റമറിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ഫിനാൻസ് സ്പോട്ടിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു എമൗണ്ടിൽ തന്നെ ഫിനാൻസ്, അതായത് ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. സുഖമായിട്ട് വന്ന് വണ്ടി എടുക്കുക. നിങ്ങൾ അതായത് ഇവിടെ വന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇവിടെ വന്ന് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതായത് നിങ്ങളിവിടെ വരിക, നിങ്ങളൊരു മെക്കാനിക്കായിട്ട് വരും, അങ്ങനെ പറയാം. പിന്നെ മെക്കാനിക്കായിട്ട് വണ്ടി ഫുൾ അടിച്ചു പറിക്കും, എല്ലാ കോർണേഴ്സും നോക്കിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, വണ്ടി ഈ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് പ്രൊഫഷണലായിട്ട് എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ട് വന്ന് പക്കായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈ ആയാൽ മാത്രം നിങ്ങൾ വണ്ടി വീട്ടിലെടുത്താൽ മതി അല്ലേ? പിന്നെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈറ്റിലല് നമ്മുടെ ക്രോമയുടെ തൊട്ട് പുറകിലുള്ള ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഷോറൂം വരുന്നത് പോപ്പുലർ ഹുണ്ടായി വൈറ്റില. കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് ഗീതാഞ്ജലി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പോപ്പുലർ ഹുണ്ടായി ഹെഡ് ഓഫീസ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ യാർഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു യാർഡിൽ നമ്മുടെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കണമെങ്കിൽ ഈ ഒരു വണ്ടി കിട്ടത്തില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വാഹനം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. എന്തായാലും ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ബ്രോ. അപ്പം നിസാം ബ്രോ വളരെ നന്ദിയുണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തതിന്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.